ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പക്ഷേ അതിലേക്കായിട്ട് നല്ലപോലെ പെർഫോം ചെയ്യുന്നത് നൂറയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൂറ ഇസ് എ വെരി കണ്ണിങ് പ്ലെയർ, ഭയങ്കര കണ്ണിങ് ആണ്, ഗെയിം അറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഒരൊറ്റ പ്രശ്നം പറ്റിപ്പോയി, നൂദില ഫാക്ടറി എന്ന് പറഞ്ഞൊരു ടാസ്ക് നടന്നു. ആ ടാസ്കിൽ ആളുടെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിപ്പോയിട്ട് ഓട്ടോമാറ്റിക്കലി എവിക്ഷനിലേക്ക് പോകും. ഈ സാധാരണ ബിഗ് ബോസിൽ വെച്ചാൽ മൈൻഡ് ഗെയിം കൂടിയാണ്. പക്ഷേ ഇത്തവണത്തെ ആരും തന്നെ ഫൈറ്റും കൂടുതൽ അടിയും പിടിയും മാത്രമാണ്. മൈൻഡ് ഗെയിം കളിക്കാനുള്ള ആരെങ്കിലും അവിടെ ഉള്ളതായിട്ട് തോന്നുന്നു? ഇല്ല, അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്ന ആരുമില്ല. പക്ഷേ ടെംപ്ലേറ്റ് പോലെ ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷത്തെ ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡിലെ ഒരു സ്ട്രാറ്റജിയാണ് ജിസയിലും ആരും കൂടെ ചെയ്യുന്നത്. അതെ 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 പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ലവ് സ്ട്രാറ്റജി ആണെന്ന് വെച്ചാൽ അല്ല, ഒരു വേറൊരു കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു നെഗറ്റിവിറ്റി കൊടുക്കുന്ന രീതി. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? ഞാനതാ പറഞ്ഞു, ജിസേലിൻ്റെ ആരിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. ശരി. അപ്പോൾ അത് ബിഗ് ബോസ് ഒതുക്കിയതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസിന് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ഇങ്ങനെ അത് ആരോന്നോ അല്ല, അവർക്ക് കൂടുതൽ ഫേവർ കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സാധനം പുറത്ത് വരാതിരിക്കുന്നത്? അത് ആയിരിക്കാം, അല്ലായിരിക്കാം. അത് ഷോയുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കോണ്ടന്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ അങ്ങനെ രീതിയിലും കാണിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒരിക്കലും ഷോയെക്കുറിച്ചോ ഷോയ്ക്കെതിരെ മേക്കേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ഈ ഷോയുടെ ഫോർമാറ്റാണ്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. അവരുടെ ഒരു നറേറ്റീവിലായിരിക്കും പോകുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ശരി. ബിഗ് ബോസിൽ ആരെയും മിസ് ചെയ്യുന്നത്? ഞാൻ മിസ് ചെയ്യുന്നത് അതിലെന്നെ മിസ് ചെയ്യും, നെവിനെ മിസ് ചെയ്യും, അനുവിനെ മിസ് ചെയ്യും. ഇപ്പോൾ മസ്താനിനെ പറ്റി ഭയങ്കര ഹേറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എനിക്കറിയില്ല. അല്ല, ഞാൻ ഇപ്പോൾ ഫോൺ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര ഹേറ്റ് ക്യാമ്പിങ് പോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് മസ്താനി. ഇപ്പോൾ മസ്താനി ഈ ഫ്ലൈറ്റിൽ വരേണ്ട മസ്താനി വരുന്നില്ല. അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? എനിക്ക് തോന്നുന്നു മസ്താനി ആ ഒരു ഒനീലിൻ്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ശരത്തിൻ്റെ ഇഷ്യൂ, അപ്പോൾ അതിനൊരു ഇഷ്യൂ ഒക്കെ വന്നതായിരിക്കാം കാരണം. പക്ഷേ അതിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒനീലിൻ്റെ ഇഷ്യൂവിൽ മസ്താനിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീക്ക് ടച്ച് ആയത്, ഞാൻ ഞാനും കണ്ടതാണ്. ചിലപ്പോൾ അവർക്ക് അന്നേരം അങ്ങനെ ഫീൽ ചെയ്തതായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും ആ സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. മസ്താനി രാത്രി സംസാരിക്കുന്ന സമയത്ത് മസ്താനി ഒരിക്കൽ പോലും ഇത് കോണ്ടന്റിന് വേണ്ടിയാണെന്ന് എങ്ങും ചെയ്തിട്ടില്ല. ഞാനും എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുമ്പോൾ നമുക്ക് ഒനിലിനോട് ചോദിക്കാൻ പറയുമ്പോൾ മസ്താനി ഇങ്ങനെ കാലെ പിടിച്ചാടാ, വേണ്ട ഇത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്തില്ല. ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഞാൻ പതിയെ ചോദിച്ചോളാം. അവിടെ ഞങ്ങൾക്കൊരു മൈക്കുണ്ട്, പക്ഷേ അതിൽ കേൾക്കാത്ത രീതി ചോദിച്ചോളാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് മൊത്തം കോണ്ടന്റ് ആക്കിയിട്ട് ഗെയിമിന് വേണ്ടി ആക്കിയിട്ട് ലക്ഷ്മിയാണ്. ഇതിൽ ആ ഒനീലിന്റെ പ്രശ്നത്തിൽ ഞാൻ ലക്ഷ്മിയാണ് ബ്ലെയിം ചെയ്യുന്നത്, മസ്താനിനെ അല്ല. ലക്ഷ്മിയല്ലേ ഈ പ്രാവശ്യം ഔട്ട് ആവേണ്ടത്? അതെ, ഡെഫിനറ്റ്ലി ലക്ഷ്മിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകർ എന്താ കാണുന്നതെന്നും എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ അത് അതിനെ നൂറിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ മസ്താനി. ഡെഫിനറ്റ്ലി ആ കാര്യത്തിൽ മസ്താനിയുടെ ചിന്തകളോട് ഞാൻ എതിർക്കുന്നു. കാരണം മസ്താനി പറഞ്ഞ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഹോമോഫോബിയ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല ഈ സൊസൈറ്റിയിൽ. കാരണം ലാലേട്ടൻ പോലും ക്ലിയർലി പറഞ്ഞു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റും. ആ വീട്ടിൽ മൊത്തം ഉള്ളവരെല്ലാവരും കൈയടിച്ചു. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പറഞ്ഞു ഇവരെ എവിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഐ തിങ്ക് ഇത്രയും മതി. കാരണം ഞാൻ കുറച്ച് ടയർഡാണ് ഇന്നലെ. ലാലേട്ടൻ പവറായപ്പോൾ കണ്ടസ്റ്റൻസ് ഭയങ്കര വീക്കായാലും തോന്നുന്നു. ഡെഫിനറ്റ്ലി മാത്രമല്ല എല്ലാവരും പേടിച്ച് വരച്ചാവട്ടെ. ലാലേട്ടൻ്റെ എപ്പിസോഡ് ഞങ്ങളുടെ എല്ലാം വെള്ളക്കുപ്പി നിറഞ്ഞിരിക്കും. ഓരോ 5 മിനിറ്റ് പുള്ളി ബ്രേക്കിന് പോകുമ്പോൾ എല്ലാവരും ഓടിപ്പോയി വെള്ളം കുടിക്കണം. അത്ര ഫയറാണ്. നമ്മളൊന്നും വിചാരിക്കുന്ന ലെവലല്ല. അതിനകത്ത് ലാലേട്ടൻ ദേഷ്യപ്പെടുന്ന കണ്ട നമ്മൾ നിന്ന് ഉരുകിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ഇത് ലാസ്റ്റ് ഇപ്പോൾ അപ്പാനെ ഔട്ടായ സമയത്ത് നമ്മുടെ മസ്താനി ഓടി വന്ന് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് തിരിച്ച് അതേപോലെ മസ്താനി ഔട്ടായ സമയത്ത് കണ്ടിട്ടില്ലല്ലേ? അപ്പോൾ ആര്യനും ഇവരും പുലിക്കളി പോലത്തെ ഒരു സംഭവം തന്നെ. അപ്പോൾ അതൊരു കർമ്മ ആണെന്ന് തോന്നുന്നു. അത് കർമ്മയല്ല. പക്ഷേ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നമുക്ക് KP നമ്പൂതിരിസിൻ്റെ ഒരു ബോർഡുണ്ട് കിച്ചണിൽ. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും ഫുഡ് ഒളിപ്പിച്ച് വെക്കും. ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ഈ പുലികളിയുടെ സാധനം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എടുത്ത സമയത്ത് ബിന്നി എന്നോട് പറഞ്ഞു അത് അവിടെ വെക്കെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത് എന്തിനാണ് അവിടെ വെക്കുന്നത് വെച്ചാൽ ഇല്ല അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സോ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തെന്നുള്ള 100% ഷുവറാണ്. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സോ അവർ മസ്താനി ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവർക്ക് ആ ഒരു കർമ്മ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു.